2 തവണ കോൺഗ്രസ് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടിയുടെ ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ അന്ന് ആ കാലഘട്ടമെല്ലാം കോൺഗ്രസ് കാണിച്ച ഒരു അനുഭാവപൂർണമായ സമീപനം തിരിച്ച് കോൺഗ്രസിനോട് CPI ഇതുവരെ കാണിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. പുതിയ ജനറൽ സെക്രട്ടറി ചരിത്രപരമായ മണ്ഡലം ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുമോ എന്നുള്ളതാണ് എന്റെ വിനീതമായ ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ CPIM ചില തെറ്റുകൾ ചില സന്ദർഭങ്ങളിൽ ചെയ്തിട്ടുണ്ടാവും. അത് വിലയിരുത്തുന്നതിൽ വരുന്ന വീഴ്ച, എറർ ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറയാവുന്ന തരത്തിൽ ആ മൂർത്ത സാഹചര്യത്തെ വിലയിരുത്തുന്നതിൽ സംഭവിച്ചു പോകുന്ന ചില പോരായ്മകളാകാം. ബോധപൂർവം ഒരു മഠയത്തരവും ചരിത്രപരമായ മഠയത്തരവടക്കം CPM ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അതെല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ അവകാശമുള്ളൊരു കാര്യം പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ച ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അതവിടെ തീർന്നു. ചോദ്യം ഒരുപാട് സങ്കീർണമായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് അങ്ങയുടെ ചോദ്യം ചോദിക്കാനുള്ള സാമർഥ്യം മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ചോദിച്ചത്. കോൺഗ്രസ് CPMനോട് കാണിച്ചിട്ടുള്ള സൗമനസ്യം തിരിച്ചു കൊടുക്കുമോ എന്നൊരാശയം വന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഞങ്ങളെപ്പോലെയുള്ളവരെല്ലാം പിടിച്ച് തല്ലി ജയിലിലടച്ചതാണോ സൗമനസ്യം? ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാല് ഒടിഞ്ഞു. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന VS അച്യുതാനന്ദൻ അത് ജയിലിലായിരുന്നു. ഞങ്ങളുടെ മുതിർന്ന നേതാവ് S രാമേന്ദ്രൻ പിള്ള ജയിലിലായിരുന്നു. അടിയന്തരാവസ്ഥ എന്ന് പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ രാജ്യത്തോടുള്ളൊരു ദ്രോഹം മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ വേട്ടയാടി. അതിന്റെ വിശദാംശം ഞാൻ പറയണ്ടല്ലോ. നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് 2 വർഷത്തെ ചെല്ലുവാനുമായി. അപ്പോൾ കോൺഗ്രസ് കാണിച്ചിട്ടുള്ള ദ്രോഹങ്ങളുടെ ഒന്നും കണക്ക് ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. പക്ഷേ രാജസ്ഥാനിൽ സിക്കർ സീറ്റിൽ നിന്ന് അമരാറാം ജയിച്ചു എന്ന് പറയുമ്പോൾ അതിൽ കോൺഗ്രസിന്റെ സംഭാവനയുണ്ട്. പക്ഷേ BJPയും കോൺഗ്രസും അധികാരത്തിന് വേണ്ടി പരസ്പരം മത്സരിക്കുന്ന രാജസ്ഥാനിൽ ഒറ്റയ്ക്ക് നിന്ന് CPIM 3 നിയമസഭാ സീറ്റിൽ ജയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിഞ്ഞൂടെ? മറ്റു പല സീറ്റുകളിലും 50,000 60,000 വോട്ട് വീതം CPMന്റെ സ്ഥാനാർത്ഥികൾ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാ വോട്ട് കിട്ടിയത്? ഞങ്ങൾ പഠനവിധേയമാക്കേണ്ടതും മറ്റ് പ്രദേശങ്ങളിൽ ഞങ്ങളത് മാതൃകയാക്കേണ്ടത് കൃഷിക്കാരൻ്റെ, ദരിദ്ര കൃഷിക്കാരൻ്റെ എല്ലാം പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഉശിരൻ സമരങ്ങൾ അവിടെ നടന്നു. വിദ്യാർത്ഥി യുവന പ്രസ്ഥാനം ശക്തമായിട്ട് വന്നു. അപ്പം അമരാറാം അവിടെ നിന്ന് വെറുതെ ജയിച്ചതല്ല. അമരാറാമിന് വേണ്ടി വോട്ട് പിടിക്കാൻ വന്ന കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് പ്രസംഗിച്ചത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദിയിലാണ്. ഈ മനുഷ്യൻ എന്താ ഈ ഉരുപ്പടി എന്ന് നിങ്ങൾക്ക് അറിയൂ? അമരാറാമിന് CPMന്റെ ഞങ്ങൾക്ക് ഗാലി തരുന്ന ആളാണ് എപ്പോഴും. പക്ഷേ ചെങ്കൊടിയും പിടിച്ച് ഈ അമരാറാം പാർലമെന്റിലേക്ക് പോകേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. കാരണം തനിക്ക് തെറ്റാണെന്ന് തോന്നുന്ന എന്തിനുമെതിരായി ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, ഞങ്ങളെ ശാസിച്ചുകൊണ്ട്, ഞങ്ങളെ കുറ്റപ്പെടുത്താൻ സ്വാതന്ത്ര്യവും അധികാരവും ഉള്ള വലിയൊരു രാഷ്ട്രീയ നേതാവാണ് ഈ അമരാറാം, അദ്ദേഹത്തിന്റെ പാർട്ടി. കോൺഗ്രസ് നേതാവ് പ്രസംഗിച്ചതാണ്. ഇവിടെ കേരളത്തിലുള്ളവരുടെ എത്ര പേരുടെ ശ്രദ്ധപ്പെട്ടാമെന്ന് എനിക്കറിഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് പ്രസംഗിക്കേണ്ടി വന്നു. അതാണ് അമരാറാമിന്റെ രാഷ്ട്രീയമായിട്ടുള്ള സവിശേഷത. അപ്പം ആ CPMന്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് കൊണ്ട് രാജസ്ഥാനിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ സ്ഥാനാർത്ഥികളുടെ പല മണ്ഡലത്തിലെയും വിജയസാധ്യതയും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത്. അപ്പം വളരെ ശരിയായ ഒരു രാഷ്ട്രീയ നയസമീപനമാണ്. 3 പേരല്ല CPMന് ലോക്സഭയിലുള്ളത്, 4 പേരാണ്. അത് വലിയൊരു വ്യത്യാസമല്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള 2 പേര്, അമരാറാം, കേരളത്തിൽ നിന്നുള്ള രാധാകൃഷ്ണൻ. ചെറിയൊരു പക്ഷേ പിന്നെ ഞങ്ങളുടെ ലോക്സഭയിലെ സാന്നിധ്യത്തിന്റെ 1/3 വെട്ടിക്കുറച്ച് കളഞ്ഞത്. ഇത് 3 പേരെന്ന് പറഞ്ഞു 4/1 വെട്ടിക്കുറച്ചുള്ളത്. അത് ബോധപൂർവമല്ല, ക്ഷമിക്കണം. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു രാഷ്ട്രീയമായ തെറ്റും CPMന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഈ ചരിത്രപരമായ വിഡ്ഢിത്തം കാണിച്ചു എന്ന് പറയുമ്പോഴും വേറൊരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നോക്കാം. രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിലെ പൊതു ചിന്ത എന്താണ്? അധികാരത്തിന് വേണ്ടിയാണ് ഇവരെല്ലാം. രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരല്ല, അവർക്കെന്തെങ്കിലും കിട്ടണം, അവരുടെ പാർട്ടിക്ക് എന്തെങ്കിലും കിട്ടണം, അല്ലേ? ഇതല്ലേ പൊതുചിന്ത. ഇതാ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാം എന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്ന മറ്റെല്ലാ പാർട്ടി നേതാക്കന്മാരും, അന്ന് ആരൊക്കെയുണ്ട്? VP സിംഗ് ഉണ്ട്. ഇവരെല്ലാം പറയുമ്പോൾ ആ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി കൂടി ചർച്ച ചെയ്തിട്ട് പറയുകയാണ്, എന്ത് വേണ്ട, ഞങ്ങൾക്ക് പ്രധാനമന്ത്രി സ്ഥാനം വേണ്ട. എങ്കിൽ വേറെ പ്രധാനപ്പെട്ട ഏതെങ്കിലും വകുപ്പുകളുടെ മന്ത്രി വേറെ ഒന്നുണ്ടോ?
അതും വേണ്ട. ഞങ്ങൾ പുറത്തുനിന്ന് നിങ്ങൾക്ക് പിന്തുണ തരാം. ഞങ്ങൾ പറയുന്ന ജനക്ഷേമകരമായ നയങ്ങൾ നിങ്ങൾ നടപ്പാക്കൂ. ഞങ്ങൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തില്ല? കാരണം അന്ന് പ്രധാനമന്ത്രി പദം CPIM-ന് വെച്ച് നീട്ടപ്പെട്ടത് CPIM-ന്റെ പ്രഗത്ഭനായ ജ്യോതി ബാസു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇന്ത്യയെ നന്നായിട്ട് നയിക്കട്ടെ എന്ന ചിന്ത അവരിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷേ ഞങ്ങൾക്കൊപ്പം അന്ന് നിന്നിരുന്ന മറ്റ് ഇടതുപക്ഷ ഇതര പാർട്ടികൾ, ഞങ്ങൾ അവരെ വിളിക്കുന്നത് ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾ എന്നാണ്. ബൂർഷ്വാ എന്ന് വിളിക്കുന്ന ഒരു കുറ്റപ്പേരൊന്നുമല്ല, ഒരു വർഗമാണ്, ഒരു സംവർഗമാണ്. ആ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്ക് തമ്മിത്താൻ ആലോചിച്ച് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ പ്രധാനമന്ത്രിയാക്കാനുള്ള സാഹചര്യം ഇല്ലാതിരുന്നത് കൊണ്ടുകൂടിയാണ് എങ്കിൽ ജ്യോതിബാസുവായിട്ട് എന്ന് പറഞ്ഞത്. അത് ഞങ്ങൾ കണ്ടു. അന്ന് ആ ചർച്ച നടക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത ഒരാളാണ് ഞാൻ. ആ കേന്ദ്ര കമ്മിറ്റിയിൽ രണ്ട് വശങ്ങളും വിശദീകരിക്കപ്പെട്ടു. ഒരേ സഖാക്കൾ തന്നെ രണ്ടു വശവും പറഞ്ഞു. ഏതാ, ഇപ്പോൾ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്താൽ പാർട്ടിയുടെ നയം ജനങ്ങളുടെ മുമ്പിൽ, വലിയൊരു വിഭാഗം ജനങ്ങളുടെ മുമ്പിൽ ചെല്ലും. ഇങ്ങനൊരു പാർട്ടി ഉണ്ടെന്ന് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും പലരും കേൾക്കുക, പ്രധാനമന്ത്രിയായിട്ട് വരുമ്പോഴായിരിക്കും. പിന്നെ ആദ്യത്തെ ഏതാനും മാസങ്ങളെ ഈ ഗവൺമെന്റ് നിലനിൽക്കുകയുള്ളൂ എന്ന് കരുതിയാൽ പോലും ജനക്ഷേമകരങ്ങളായ കുറേ പ്രവർത്തന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാം. അതാണ് ഒന്ന്. മറുഭാഗത്ത് നമ്മൾക്ക് പ്രധാനമന്ത്രി പദം തന്നിട്ട് ക്യാബിനറ്റിൽ തൊഴിലാളികൾക്കും ജനങ്ങൾക്കും ഒക്കെ അവരുടെ മനസ്സിൽ വലിയ മോഹങ്ങൾ നിൽക്കുമ്പോൾ അവരെ സഹായിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ സഖാവ് ജ്യോതിബാസുവിന് കഴിയാതിരുന്നാൽ എന്തിനാണ് ഈ പാർട്ടി എന്ന ചിന്ത തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും പാവപ്പെട്ടവർക്കും ഇടയിൽ ഉണ്ടാവാം. വിപരീത ഫലമായിട്ടും പരിണമിക്കുക. ഈ രണ്ട് സാധ്യതകളുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ചർച്ച ചെയ്ത, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. അതൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനിച്ചു, വേണ്ട, ജനങ്ങളോട് തുറന്നു പറയാം. ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ പ്രധാനമന്ത്രി തന്നെ വേണ്ടെന്ന് വെക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാവും. ഇവര് ഒരു അത്ഭുത പാർട്ടിയാണല്ലോ ഇത്. ഇങ്ങനെയുള്ള ചർച്ചകളും അവിടെ ഉണ്ടായി. എന്തായാലും അത് ചരിത്രത്തിലെ ഒരു സംഭവമാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെ മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ.